ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി അർച്ചനയുടെ അടുത്തേക്ക് ഗിഫ്റ്റുമായി ചെല്ലുകയാണ്. ഇതെന്താ സച്ചിയേട്ടൻ്റെ കയ്യിലെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അത് പറയാം, അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചനയുടെ ഡയറി എടുത്ത് കാണിക്കുകയാണ് സച്ചി. ഇത് കാണുന്ന അർച്ചനയ്ക്ക് താൻ ഡയറി ആദ്യമായി എഴുതി തുടങ്ങിയപ്പോഴുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. ഇതില് താൻ എഴുതിയ കാര്യങ്ങളെല്ലാം ഞാൻ വായിച്ചിരുന്നു. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഞാൻ നടത്തി തന്നിട്ടുമുണ്ട്. ഇപ്പോൾ താൻ ഇതിൽ എഴുതിയതുപോലെ ഒരു ഭർത്താവാകാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇത് കേൾക്കുന്ന അർച്ചന കരഞ്ഞുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ്. സച്ചിയേട്ടൻ എൻ്റെ സങ്കല്പത്തിലെ ഭർത്താവ് തന്നെയാ, അതിൽ കൂടുതലാണെന്നാ എനിക്ക് തോന്നുന്നതെന്നും അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചിക്ക് സന്തോഷമാവുകയാണ്. ഇനി നമുക്ക് സമ്മാനത്തിലേക്ക് കടക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചനയുടെ കയ്യിലേക്ക് ആ സമ്മാനം കൊടുക്കുകയാണ് സച്ചി. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഒരു ഡയറി ആയിരുന്നു. തൻ്റെ പഴയ ഡയറിയെല്ലാം കളഞ്ഞേക്ക്, ഇതിൽ പുതിയ തുടക്കമായി താൻ തൻ്റെ പുതിയ ആഗ്രഹങ്ങളും എല്ലാം തന്നെ എഴുതണം. ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് സന്തോഷമാകുന്നു. അതും പറഞ്ഞുകൊണ്ട് അലമാരയുടെ ചാവി എടുത്തുകൊണ്ട് സച്ചി അത് തുറക്കുമ്പോൾ ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് അലമാരി തുറക്കുന്ന സച്ചി അർച്ചനയുടെ പഴയ ഡയറികൾ എല്ലാം തന്നെ കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വിജയുടെ ഡയറിയും ഉണ്ട്. ഇത് കാണുന്ന അർച്ചന പരിഭ്രാന്തിയോടെ സച്ചിയെ നോക്കുകയാണ്. പഴയ ഡയറിയെല്ലാം ഞാൻ തന്നെ എടുത്തു വെക്കാമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, അത് വേണ്ട, ഞാൻ വെച്ചോളാം. ഞാനൊരു കാര്യം ചെയ്, പോയി എനിക്കൊരു കോഫി എടുത്തോണ്ട് വാ. ഇത് കേൾക്കുന്ന അർച്ചന മനസ്സോടെ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ആ ഡയറി കയ്യിൽ പിടിച്ചുകൊണ്ട് സച്ചി പറയുകയാണ്, ഇതെല്ലാം പഴയതല്ലേ, ഇനി അലമാരയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അലമാരിയുടെ മുകളിലേക്ക് വെക്കുകയാണ് സച്ചി. അത് പുറകിലേക്ക് തള്ളി വെക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും അത്ര പെട്ടെന്ന് അത് കാണാനും സാധിക്കില്ല. അതിനുശേഷം സച്ചി അലമാരി പൂട്ടി താക്കോല് ബെഡിന്റെ അടിയിലേക്ക് വെക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടെ അനഘ വരികയാണ്. അങ്ങനെ സച്ചി മുറിയിൽ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് അനഘ അങ്ങോട്ടേക്ക് ചെല്ലുകയും അലമാര തുറന്ന് ആ ഡയറി കയ്യിലെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അലമാരയിലുണ്ടായിരുന്നത് സച്ചി അർച്ചനയ്ക്കായി വാങ്ങിച്ച പുതിയ ഡയറി ആയിരുന്നു. പെട്ടെന്ന് സ്നേഹ അർച്ചനയെ വിളിക്കുകയും അർച്ചന മുറിയിലേക്ക് വരികയുമാണ്. ഈ കാഴ്ച കണ്ട് ഭയന്ന് അനഘ ബെഡിന്റെ അടിയിലേക്ക് ഒളിക്കുന്നു. തുടർന്ന് മുറിയിലേക്ക് നോക്കിയിട്ട് അർച്ചന അവിടുന്ന് പോകുമ്പോൾ ആ ഡയറിയുമായിട്ട് അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അനഘ. അനഘയെ കണ്ടയുടൻ അവന്തിക പറയുകയാണ്, എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ പോലെ, എല്ലാം അവസാനിക്കാൻ പോകുന്ന പോലെയൊക്കെ തോന്നുന്നു. എൻ്റെ ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം കുറയുന്നത് പോലെയുണ്ടെന്ന് അവന്തിക പറയുമ്പോൾ അനഘ പറയുകയാണ്, എങ്കിലേ ഞാൻ ചേച്ചിക്കൽപ്പം ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ തരട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് ഡയറി അനഘ അവന്തികയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ചേച്ചി പറഞ്ഞ ഡയറി ഇത് തന്നെയാണോ എന്ന് അനഘ ചോദിക്കുമ്പോൾ ഡയറി തുറക്കാതെ തന്നെ അവന്തിക പറയുകയാണ്, അതെ, ഇത് തന്നെയാ. അത്രയും പറഞ്ഞ് സന്തോഷത്തോടെ അനഘയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് അവന്തിക. അല്ല, ഉമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് പറയുന്നതെന്തും തരാമെന്നല്ലേ ചേച്ചി പറഞ്ഞത്, അതിനെന്താ, നിനക്ക് എന്താ വേണ്ടതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, ആതിരെ ഒഴിവാക്കി എനിക്ക് സന്ദീപിനെ തരാമോ. ഇത് കേൾക്കുന്ന അവന്തിക വിളറിയ മുഖത്തോടെ അനഘയെ നോക്കുമ്പോൾ അനഘ പറയുകയാണ്, എൻ്റെ ചേച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞതാ, എനിക്കിപ്പോൾ അങ്ങനെ അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സന്ദീപ്, അത് ഞാനിപ്പോൾ വേണ്ടെന്ന് വെച്ചിരിക്കുക. പിന്നെ ഞാൻ മരിക്കാത്തതിൻ്റെ കാരണം എനിക്ക് ആ ആതിരയും അർച്ചനയും നരകിക്കുന്നത് കാണണം, എന്നിട്ട് വേണം എനിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, എന്താണെങ്കിലും ആതിരയുടെയും സന്ദീപിൻ്റെയും ബന്ധം അധികകാലം മുന്നോട്ട് പോകില്ല, നീ അതിനെക്കുറിച്ചോർത്ത് വിഷമിക്കുകയും വേണ്ട. ഇത് കേൾക്കുന്ന അനഘ ചിരിച്ചുകൊണ്ട് അവന്തികയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്തിക അർച്ചനയെ വീഡിയോ കോൾ ചെയ്യുകയാണ്. നീ ഇതേപോലെ എന്നെ വിളിച്ചിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നീ ഒരു ഡയറിയുടെ പേരും പറഞ്ഞല്ലേ എന്നെ വിളിച്ചിരുന്നത്, ആ ഡയറി അവിടെ ഉണ്ടോയെന്നൊന്ന് നോക്കിക്കേ. ഇത് കേൾക്കുന്ന അർച്ചന പോയി നോക്കുമ്പോൾ അവിടെ അതുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, ഇനി നീ ഒരു കാര്യം ചെയ്, നേരെ കാർ പോർച്ചിലേക്ക് വാ. തുടർന്ന് അർച്ചന പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവന്തിക ഡയറിയും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. നീ എന്ത് കരുതി, ആജീവനാന്തകാലം ഈ ഡയറിയും വെച്ച് അവന്തികയെ ഭീഷണിപ്പെടുത്താമെന്നോ? ഈ വീട്ടിലെ ഒരാൾക്ക് തന്നെ കൊട്ടേഷൻ കൊടുത്താ ഞാൻ ഈ ഡയറി നിന്റെ റൂമിൽ നിന്ന് തന്നെ എടുപ്പിച്ചത്, വേറെ ആർക്കുമല്ല, അനഘയ്ക്ക് തന്നെ. അനഘ തന്നെയാ നിന്റെ മുറിയിൽ നിന്നും ഈ ഡയറി മോഷ്ടിച്ചോണ്ട് എനിക്ക് തന്നത്. മാനേജർ വിജയുടെ ഡയറി ഇനി ഉണ്ടാകില്ല, അല്ലെങ്കിലും അർച്ചനയുടെ ഭീഷണിക്കും പകരം വീട്ടലിനൊന്നും അധികം ആയുസും ഉണ്ടാകില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക ആ ഡയറി തീയിലേക്ക് എറിയുകയാണ്. അങ്ങനെ ആ ഡയറി കത്തിയിരിയുന്നു. തുടർന്ന് അവന്തിക മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് അവന്തിക മുറിയിലേക്ക് വരുമ്പോൾ അനഘ ചോദിക്കുകയാണ്, എന്തായി ചേച്ചി, എന്താകാൻ, അവളുടെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ ആ ഡയറി കത്തിച്ചു. അതേസമയം അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. കണ്ടില്ലേ, സകല പ്രതീക്ഷകളും തെറ്റി വരുന്ന വരവ് തന്നെ കാണാൻ നല്ല രസമുണ്ടെന്ന്
അനഘ പറയുമ്പോൾ അകത്തേക്ക് കയറി വരുന്ന അർച്ചന അനഘയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. ഇത് എന്തിനാണെന്നറിയാമോ? അനുവാദം ചോദിക്കാതെ ഞങ്ങളുടെ മുറിയിലേക്ക് കയറിയതിന്, ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കിയതിന്. ഇത് കേൾക്കുന്ന അനഘ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് അനഘ പറയുകയാണ്, എന്റെ ചേച്ചി എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാനത് സാധിച്ചു കൊടുക്കും. ഇനി ഒരുപക്ഷെ നിന്നെയൊക്കെ ആ മുറിയിലിട്ട് കത്തിക്കാൻ പറഞ്ഞാൽ ഞാൻ അതും ചെയ്യുമെന്ന് അനഘ പറയുമ്പോൾ അനഘയെ അടിക്കാനായി കൈ ഓങ്ങുകയാണ് അർച്ചന. പെട്ടെന്ന് അവന്തിക അർച്ചനയുടെ കൈ തടഞ്ഞ് നിർത്തുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.